ഇങ്ങനെയാണ് എൻ്റെ ഐഷുമാൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുക, പ്രയർ, പിന്നെ യോഗ കഴിഞ്ഞ് ഐഷു രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് സോഫയിൽ പോയി ഉറങ്ങാണ്. അപ്പോൾ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, വിൻഡൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് എയർ സർക്കുലേഷനൊക്കെ ഒന്ന് ആക്കിയിടുക. പിന്നെ നമുക്ക് ഡാൽ കറിയും ഇടിയപ്പമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഞാൻ ചെയ്യുന്നത് രാവിലെ തന്നെ കുടിക്കുന്ന ചിയ സീഡാണ്. ചിയ സീഡ് അത് കുടിക്കുക, ഹണി ഒഴിച്ചിട്ട് ചിയ സീഡ് വിത്ത് ഹണി, ലെമൺ ജ്യൂസ്, ലൂക്ക് വാം വാട്ടറിൽ കുടിക്കുക. പിന്നെ ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് നിന്നിട്ട് കുറച്ച് ചുമ്മാ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക പുറത്തൊക്കെ ഒന്ന്. പിന്നെ ഐഷ്കുട്ടി എഴുന്നേറ്റിട്ടുണ്ട്. അവൾ എന്തൊക്കെ സംസാരമാണല്ലോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറയണത്. നമ്മൾ ഇങ്ങനെ ടിപ്പും ഇപ്പോഴത്തെ കുട്ടികളുടെ സംസാരമൊക്കെ കേട്ടിട്ടല്ലേ. ഞാനൊക്കെ വിചാരിക്കും ഞാനൊക്കെ ടൈമിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്ന് തന്നെ. ദെൻ ഐഷ്കുട്ടിക്ക് ബ്രഷൊക്കെ ചെയ്യാൻ ടൈമായി. നല്ല മടിയാണ് ഐഷ്കുട്ടിക്ക് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. താഴത്തെ ടീത്തൊക്കെ ആൾ ബ്രഷ് ചെയ്യും, മേലത്തെ ടീത്ത് ബ്രഷ് ചെയ്യാനായിട്ട് ആൾക്ക് നല്ല മടിയാണ്. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക. നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അവൾ എണീക്കണ വരെ ഞാൻ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ നമുക്കിന്ന് ഉച്ചക്കാലത്തേക്ക് കോവക്ക, പിന്നെ അയില മുളകിട്ടതാണ്. എനിക്ക് അയില മുളകിട്ടതാണ് കേട്ടോ കൂടുതലും പേഴ്സണലി ഇഷ്ടം. തേങ്ങ അരച്ച് അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ കറി വെക്കണേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം അയില മുളകിട്ടതാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിഷ്ടം അങ്ങനെയാണ് കേട്ടോ. മുളകിട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ആ ഒരു പുളിയും എരിവും ഒക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കും. എനിക്ക് അങ്ങനെ ഒരു ഫീൽ വരാറുണ്ട്. പിന്നെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് കുളിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. അതിന് മുമ്പ് ഐഷു പറഞ്ഞു ഐഷു ഒന്ന് മണവാട്ടി വേണം. ഓക്കെ, മണവാട്ടിയാക്കി കൊടുത്തേക്കാം. മണവാട്ടിയായിട്ടിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ ആൾ. അങ്ങനെ പിന്നെ ഈ മാസം 30th ഐഷുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനുള്ള ഡ്രസ്സ് സ്റ്റിച്ചിങ്ങിലാണ്. പിന്നെ ഐഷുക്കുട്ടി ഉറങ്ങി. ഈവനിങ് ഒരു 5 ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റ് 5:30 ആയപ്പോൾ അവൾക്ക് സ്നാക്ക് കൊടുക്കണം. അവൾക്കിന്ന് അവക്കാഡോ ബദാമും മിൽക്കും ഡേറ്റ്സും കൂടി ആക്കിയതാണ്. പിന്നെ അവളുടെ ഒരു ഡാൻസ്, അവളുടെ ഒരു പാട്ട്, അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 6 ഒക്കെ ആകുമ്പോഴേക്കും ഐഷുവിൻ്റെ പാൽ താഴത്ത് വന്നിട്ടുണ്ടാവും. നമ്മളത് എടുക്കാൻ പോവും. കുപ്പി വെച്ചിട്ട് പാലെടുക്കാൻ പോവാണ്. ഐഷുവിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുട്ടികൾക്ക് എപ്പോഴും പുറത്ത് ഇങ്ങനെ പോവാ വരാതാണല്ലോ ഇഷ്ടം. അവളാണ് ലിഫ്റ്റ് ഓപ്പറേറ്റർ. ഓക്കെ, നമ്മൾ താഴെ പോയി പാലൊക്കെ വെച്ച് കുപ്പിയൊക്കെ വെച്ച് പാലൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വരാണ്. പിന്നെ ചെയ്തത് ഐഷുവിൻ്റെ ഡ്രസ്സൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് 11 ആയി കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് കുറച്ച് നേരം TV കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചേച്ചിയുടെ വീഡിയോ കണ്ടിരുന്ന്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണതും അവസാനിക്കുന്നതും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് മറക്കണ്ട.